ഹലോ, ഇത് നിങ്ങൾക്കറിയാം, ഇതാണ് ആട്ടുകാല്. ആട്ടുകാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വനമേഖലകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്ന. പാറയുടെ പുറത്തും വനത്തിലൊക്കെ വലിയ വലിയ മരത്തേലും ഒക്കെ പറ്റി പിടിച്ച് വളരുന്ന ഒരു സാധനം. ഇതാണ് ഇതിൻ്റെ ഇലയുടെ രൂപങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ പറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആടിൻ്റെ കാല് എങ്ങനെ ഇരിക്കുന്ന അതേ രീതിയിലാണ് രോമങ്ങളോട് കൂടിയാണ് ഇതിരിക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം നല്ലോണം ചിരണ്ടി അതിൻ്റെ മാംസളഭാഗം ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ്. നമുക്ക് അസ്ഥി സംബന്ധമായിട്ടുള്ള വേദനകളും നമുക്ക് നീർവീഴ്ച, ചുമ, വിട്ടുമാറാത്ത ചുമകളും, പനി, ജലദോഷം ഇതിനെല്ലാം പറ്റിയ നല്ലൊരു മരുന്നാണ് ഇത്. ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഏറ്റവും പവർഫുള്ളായ ഒരു സാധനമാണ്. ഇത് കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഒരു 10 ദിവസമെങ്കിലും നമ്മൾ കഴിക്കണം. നമുക്ക് ഭയങ്കര ഗുണമാണ്. ഇത് ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ ചിരണ്ടി വൃത്തിയാക്കുക. നമ്മൾ ഈ ചേനയും കാച്ചിലുമൊക്കെ ചിരണ്ടത്തില്ല, അതേ രീതിയിലൊന്ന് ചിരണ്ടി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിന് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 10 അല്ലി വെളുത്തുള്ളി, 1 സ്പൂണ് കുരുമുളക് പൊടി, കുരുമുളക്, നല്ല ജീരകം, പെരിഞ്ജീരകം, ഇഞ്ചി, കറിവേപ്പില, എന്നിട്ട് ഞാൻ ഒരു പിടി മല്ലിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചുകൊണ്ട്, നമ്മൾ സാധാരണ സൂപ്പിന് ഉപയോഗിക്കുന്ന സാധനമല്ല ഇതിന് ഉപയോഗിക്കണം, എങ്കിലേ ആ ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഒരു കഷ്ണം പട്ടയും, എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ച് കൊണ്ടുവന്നതിന് ശേഷം നമുക്കിത് ഒരു ചട്ടി അടുപ്പ് വെച്ച്, ഞാൻ മൺചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നല്ലോണം കടന്ന് വെന്ത് ഇതിൻ്റെ എല്ലാം അതിലേക്ക്, ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. എന്നിട്ട് മൺചട്ടി വെച്ചതിന് ശേഷം ഇതൊന്ന് ചതച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം, എണ്ണയൊന്നും ഒഴിക്കത്തില്ല, ഞാൻ എണ്ണ ഒഴിക്കാതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ച ഇത് അരിഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ച ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ 1 സ്പൂണ് മട്ടൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇട്ടതിന് ശേഷം നമ്മൾ 1 ലിറ്റർ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ നല്ലോണം അതിൻ്റെ ഗുണമെല്ലാം ഇറങ്ങാൻ വേണ്ടി നമ്മൾ വെള്ളവും കൂടി 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്ത് അതെല്ലാം ഒന്ന് ഇതിൻ്റെ ഒരു പകുതി വെള്ളമായി വരണം. ഭയങ്കര പവർഫുള്ളാണ് ഈ സാധനം. അപ്പോൾ എല്ലാവരും കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും